കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ജയുടെ ആത്മാവും അവന്റെ അമ്മയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവനും അമ്മയെ കണ്ട് ഷോക്കാകുന്നു. ഇത് കുറച്ച് ക്രൂരമാണ്. അപ്പോഴാണ് അമ്മയുടെ മെമ്മറിയും അവിടേക്ക് വരുന്നത്. അവനും അത് വേണ്ട, എനിക്ക് അമ്മയുടെ മെമ്മറി വേണ്ട എന്ന് പറഞ്ഞ് പുറകിലോട്ട് മാറുന്നു. പക്ഷെ മെമ്മറി അവനിലേക്ക് എത്തുന്നുണ്ട്. അവൻ എപ്പോഴും വിചാരിച്ചിരുന്നത് അവന്റെ അമ്മയെക്കുറിച്ച് അവനെല്ലാം അറിയാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അമ്മയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് അമ്മയെക്കുറിച്ച് ഒന്നും തന്നെ എനിക്ക് അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായത്. അമ്മയ്ക്ക് കുഞ്ഞിലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി മുതിർന്നപ്പോ അമ്മ ഒരു ഭാര്യയായി, ഒരു അമ്മയായി, അവർക്ക് ഇഷ്ടപ്പെട്ട ആളോടൊപ്പം തന്നെ ജീവിക്കാനുള്ള ഭാഗ്യവും ലഭിച്ചു. പക്ഷെ ആ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. അവന്റെ അച്ഛനും മരിച്ചുപോയി. എനിക്കെന്നറിയില്ലല്ലോ എന്തുകൊണ്ടാണ് അമ്മ അത്രയും കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നിട്ടും തകർന്നു പോകാത്തതെന്ന്. അമ്മയും ഒരിക്കൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അമ്മയ്ക്ക് ഒരു കോള് വരുന്നത്. മകനും തീരെ വയ്യാതായിട്ടുണ്ടായിരുന്നു. അവരും അവനെയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവർ അവനെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിന്റെ സ്ഥാനത്ത് എനിക്ക് വയ്യാതായാൽ മതിയായിരുന്നു. അതേസമയം തന്നെയാണ് അമ്മ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും അമ്മയെ പിരിച്ചുവിടുന്നത്. അവരും ആ ഒരു കമ്പനിക്കെതിരെ സമരം ചെയ്യുന്നുണ്ട്. ഒരു കാരണവും കൂടാതെ തന്നെ അവരെ പിരിച്ചുവിട്ടല്ലോ. പക്ഷെ അതിലും അമ്മ തളർന്നില്ല. വീണ്ടും ഒരുപാട് ജോലി ചെയ്ത് അമ്മ ജീവിതം മുമ്പോട്ട് പൊക്കോണ്ടേയിരുന്നു. അതുപോലൊരു അമ്മയെ കിട്ടുന്നതിൽ ഞാൻ ശരിക്കും ഭാഗ്യം ചെയ്തിരിക്കണം. പക്ഷെ ജീവനോടുകൂടി ഉണ്ടായിരുന്ന സമയം ഞാനത് തിരിച്ചറിഞ്ഞില്ല. അമ്മയും അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയവും അവനെ വന്ന് കാണുകയും അവന് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. മോനെ നീ തളരരുത് എന്നൊക്കെ പറഞ്ഞ് അവനും ഒരു നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷമാണ് അവരും ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയം ഇവൻ ആത്മഹത്യ ചെയ്യുന്നത്. ആ ദിവസം അമ്മ ഒരുപാട് തവണ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് അമ്മയ്ക്കും മറ്റൊരു കോള് വരുന്നത്. അപ്പോഴാണ് അമ്മയും ആ ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്ത അറിയുന്നത്. സ്വന്തം മകൻ മരിച്ചുപോയി. അവരും അവിടെ തളർന്നു വീണിട്ടുണ്ടായിരുന്നു. അവന്റെ ചേതനയേറ്റ ശരീരവും അവർ കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നു. ഡോക്ടറും അത് അവൻ തന്നെയാണെന്ന് കൺഫേം ചെയ്യാനായി അവരോട് പറയുന്നുണ്ട്. അമ്മയ്ക്കും അത് താങ്ങാനാകാത്തൊരു കാഴ്ചയായിരുന്നു. അവരും കരയുന്നു. ഞാൻ മരിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് മരണമെന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വളരെ ദുഃഖകരമാണ് എന്നുള്ളത്. ശേഷം പോലീസ് സ്റ്റേഷനിലേക്കും അമ്മയെ വിളിപ്പിക്കുന്നുണ്ട്. മകന്റെ മരണ കാരണവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസും മകൻ ആത്മഹത്യ ചെയ്യുന്നതിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങള് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ അവർക്കും അറിഞ്ഞുകൂടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ മകൻ മരിക്കാൻ കാരണം ആരാണെന്ന് ചോദിക്കുമ്പോ അവരും ഞാനാണ് എന്റെ മകനെ കൊന്നത് എന്നാണ് പറയുന്നത്. എനിക്ക് ഒരുപാട് തെറ്റുപറ്റി. നല്ലൊരു അമ്മയുടെ മകനായിട്ട് ജനിച്ചിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ശേഷം ഇവര് ജോലി ചെയ്യുന്ന സ്ഥലത്തും കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്കും ചെറുമകൻ ജനിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മറ്റുള്ളവർക്കും സ്വീറ്റ്സ് ഒക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജയുടെ അമ്മയും അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന കുറച്ച് പണം ആ കുട്ടിക്ക് ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരും പുറത്തേക്ക് പോകുന്നു. ആ പണം വാങ്ങിച്ച സ്ത്രീയും എന്തിനാ അവരെനിക്കിത് തന്നത്? ഇത് ശരിക്കും ഒരു നല്ല ലക്ഷണം അല്ലല്ലോ. മറ്റൊരാളും നീ ആ പണം കൊണ്ട് നിന്റെ ചെറുമകന് ഡ്രസ്സ് ഒന്നും വാങ്ങിക്കരുത്, അത് അപശകനമാണ്. ഞാൻ എന്റെ മകന്റെ കല്യാണത്തിന് പോലും അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിനക്ക് മിണ്ടാതിരുന്നാ പോരായിരുന്നോ? അത് കേൾക്കുമ്പോ അവര് ഒന്നുകൂടി തളരുന്നുണ്ട്. അവരും സ്വന്തം മകനെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇതായിരുന്നു അമ്മയുടെ മെമ്മറി. അപ്പോഴാണ് ഡെത്തിനോട് പറഞ്ഞ കാര്യം അവനും ഓർക്കുന്നത്. ഞാൻ മരണപ്പെട്ടത് കൊണ്ട് ഞാൻ ആർക്കും ദോഷമൊന്നും വരുത്തിയില്ലല്ലോ. ഡെത്തും നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നീ ആർക്കും ഒരു സങ്കടവും വരുത്തിയിട്ടില്ലേ? ഇല്ലെന്ന് അവനും. അതിനടുത്തും നിന്നെ പോലുള്ള സെൽഫിഷ് ആയിട്ടുള്ള ഒരാള് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. ഡെത്തിന് അന്നേ അറിയാമായിരുന്നു ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റായിരുന്നു എന്നുള്ളത്. ഞാൻ ചെയ്തതിന് ശിക്ഷയായി 12 മരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ വെന്തു മരിച്ചപ്പോഴോ എന്റെ കൈകാലുകൾ മുറിക്കപ്പെട്ടപ്പോഴല്ല ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചത്. അത് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെ മരണമാണ്. അവനും ജിസുവിന്റെ കാര്യം ഓർക്കുന്നു. എന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത എല്ലാ വേദനകളും എനിക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ശേഷം രാവിലെ അലാറം അടിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ജോലിക്ക് പോകാനുള്ള സമയമാണ്. സാധാരണ ഒരു ജീവിതം അമ്മയുടെ ശരീരത്തിൽ ഞാനും നയിച്ചു. അമ്മ ചെയ്യുന്ന ജോലികളൊക്കെ ഞാനും ചെയ്യുന്നു. എനിക്ക് മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല. മുട്ടുവേദനയാണ്. അമ്മ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാലുവേദനയ്ക്ക് എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയമാണ് ആ ഒരു ഡ്രോയറില് ഒരു സേവിങ്സ് അക്കൗണ്ട് കാണുന്നത്. അതും ജയുടെ പേരിലാണ് അമ്മ എടുത്തിരിക്കുന്നത്. അതൊരു ഹൗസിംഗ് സബ്സ്ക്രിപ്ഷൻ ആണ്. ഇവൻ ചെറുപ്പത്തിലായിരുന്ന സമയമാണ് അമ്മ ആ ഒരു സേവിങ്സും എടുക്കാനായിട്ട് തുടങ്ങിയത്. നീ കുറച്ചുകൂടി വലുതാകുമ്പോ നമുക്കൊരു വീടൊക്കെ വാങ്ങിക്കണം, എന്നിട്ട് ഒരുമിച്ച് നമുക്ക് ജീവിക്കണം എന്നവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോ അവനും ഒരുപാട് വിഷമമാകുന്നു. ശേഷമാണ് ഇവനും ഇവന്റെ ചിതാഭസ്മമൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത്. അവൻ അവിടെ നിന്ന് പോകുമ്പോ ഓർക്കാറുണ്ട് അവന്റെ അമ്മ എല്ലാ ദിവസവും ജോലിക്ക് ശേഷം ഇവിടേക്ക് വരാറുണ്ട്. മകനോട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. നിന്റെ മകനെന്ന് വിളിക്കാനും എനിക്കൊരു അവകാശവും ഇല്ല. ഞാൻ നിന്നോട് ചോദിച്ചിട്ടുണ്ട് അടുത്ത ജന്മത്തിലും നീ എന്റെ മകനായി ജനിക്കണേന്ന്. ഞാനത് തിരിച്ചെടുക്കുകയാണ്. നിനക്ക് എന്നെക്കാളും നല്ല കുറച്ചുകൂടി പണമുള്ള നല്ല രക്ഷകർത്താക്കളെ കിട്ടട്ടെ. നിനക്ക് അടുത്ത ജന്മത്തിലെങ്കിലും സന്തോഷകരമായി ജീവിക്കാമല്ലോ. എനിക്ക് ദൂരെ മാറി നിന്ന് നിന്നെ ഒന്ന് കണ്ടാ മാത്രം മതി. നീ ഒരു നല്ല ജീവിതം നയിച്ച് എനിക്ക് കണ്ടാ മതി. അതിന് പകരമായി നിന്റെ അടുത്ത ജീവിതത്തിലുടനീളം അവസാനം വരയ്ക്കും നീ ജീവിക്കണം. അതാണ് എനിക്ക് വേണ്ടത്. ഇത് ഓർക്കുമ്പോ അവന് നല്ല വിഷമം വരുന്നുണ്ട്. ജീവ ഓർക്കുന്ന
ഓർക്കുന്നത് എനിക്ക് ഒരു കാര്യം മാത്രമേ അമ്മയോട് പറയാനുള്ളൂ. ഒരു സോറി പറയാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അടുത്ത ജന്മത്തിലും അമ്മയുടെ മകനായി ജനിക്കാൻ ഒരു ഭാഗ്യം കിട്ടണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എന്റെ വാക്കുകളോ എന്റെ ഇമോഷൻസോ അമ്മയുടെ അടുത്തേക്ക് എത്തില്ലല്ലോ. അപ്പോഴാണ് അവനും അമ്മയുടെ ഷൂസ് കാണുന്നത്. അമ്മയ്ക്ക് ഷൂ വാങ്ങിക്കൊടുത്തത് അവനായിരുന്നല്ലോ. അതേ ദിവസം തന്നെ അമ്മയോടും അവൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് എവിടേക്ക് പോകാൻ ആഗ്രഹം? അമ്മയും മൗണ്ട് ഒബോങ് എന്ന ഒരു പർവ്വതത്തിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. നീ കുഞ്ഞായിരുന്ന സമയം ഞാൻ അച്ഛന്റെ കൂടെ പലപ്പോഴായിട്ട് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനവനും അങ്ങനെയാണെങ്കിൽ അമ്മയെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകാം. അതിനവനും പക്ഷേ എനിക്ക് കാല് വയ്യല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് അവിടെ പോകാൻ പറ്റുക? അതിനവനും അതിനൊരു കുഴപ്പമില്ല, അമ്മയെ ഞാൻ തന്നെ എടുത്തുകൊണ്ട് പൊക്കോളാം. അത് കേൾക്കുമ്പോ അമ്മയ്ക്ക് സന്തോഷമാകുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തേക്കും അവൻ ട്രെക്കിങ്ങിനായി പോകുന്നുണ്ട്. ഇത്രയൊക്കെ ആയാലും അമ്മയും അച്ഛനുമായിട്ട് പോയിട്ടുള്ള ആ ഒരു സ്ഥലം അമ്മയെ കാണിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അത് അത്യാവശ്യം നല്ല മോശം വഴിയുമായിരുന്നു. ഒരുപാട് ദൂരം നടക്കാനും ഉണ്ടായിരുന്നു. അവനും കാല് വയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്തിട്ടാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ അവസാനം ആ ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് അവനും എത്തുന്നുണ്ട്. അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അവനും കാണുന്നുണ്ട്. അവിടെ എന്ത് ഭംഗിയാണെന്ന് അവനും മനസ്സിൽ പറയുന്നുണ്ട്. അവനും അമ്മയോട് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം മാത്രമേ അമ്മയോട് പറയാനുള്ളൂ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് അമ്മയ്ക്ക് തന്ന പ്രോമിസ് ഒന്നും തന്നെ നിറവേറ്റാനായി സാധിച്ചില്ല. അങ്ങനെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അവനും തിരികെ നടക്കുകയാണ്. നേരം വല്ലാതെ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് അവനും കാല് തന്നെ കുറെ ദൂരം താഴേക്ക് ഉരുണ്ട് വീഴുന്നുണ്ട്. അവന്റെ കാലിലൊക്കെ നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് സഹായത്തിനായി അവനും വിളിക്കുന്നുണ്ട്. അവനും എങ്ങനെയൊക്കെയോ മുകളിലേക്ക് എത്താനായി ശ്രമിക്കുന്നു. എനിക്കിതുപോലെ മരിക്കാനായി സാധിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും മുകളിലേക്ക് കയറാനായി അവനും ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്തിലേക്ക് എത്തുമ്പോ അവനും ബോധം കെട്ട് വീഴുന്നുണ്ട്. ശേഷം അവനും കണ്ണു തുറക്കുമ്പോ ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത്. കാലിന് നന്നായി പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും അമ്മ മരിച്ചില്ലല്ലോ എന്നോർത്ത് അവനും സന്തോഷിക്കുന്നു. ഇതിനു മുന്നേ അവനും ഉരുണ്ട് വീണ സമയം രക്ഷപ്പെടാനായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അമ്മ ഒരിക്കലും മരിക്കരുതേ എന്ന് അവനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതേ അനുഭവം തന്നെയാണ് അമ്മയ്ക്കും അന്നവൻ മോർച്ചറിയിൽ അവന്റെ മൃതശരീരം കണ്ടപ്പോ അമ്മയ്ക്കുണ്ടായിരുന്നത്. ഞാനൊരു വലിയ തെറ്റാണ് ചെയ്തതെന്ന് അവനും തിരിച്ചറിയുന്നു. എന്റെ അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവസാനം വരയ്ക്കും ജീവിക്കാനായി തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ജീവിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ 32 വർഷം ഞാൻ ജീവിച്ചു. ജയിയായിട്ട് പോലും അത്രയും കാലം ഞാൻ ജീവിച്ചിരുന്നിട്ടില്ല. എന്നെ സ്നേഹിച്ചിരുന്ന ആൾക്കാരുടെ ഓർമ്മകളിൽ ഞാൻ ജീവിച്ചു. അപ്പോഴാണ് ജിസു പറഞ്ഞ കാര്യം അവനും ഓർക്കുന്നത്. നിനക്കൊരിക്കലും എപ്പോഴും പേടിയോടുകൂടി ജീവിക്കാനായി സാധിക്കില്ല. പക്ഷെ ഞാൻ എപ്പോഴും പേടിയോടെയാണ് ജീവിച്ചത്. ഇന്റർവ്യൂവിന് പോയപ്പോ അവർക്ക് എന്റെ കഴിവുകൾ മനസ്സിലാകുന്നില്ലെങ്കിലോ എന്നുള്ള പേടി, എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടും എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള പേടി, ജിസുവിന്റെ അടുത്ത് ബ്രേക്കപ്പ് ആയതിന്റെ കാരണവും അവൾ എന്നെ വിട്ടിട്ട് പോകുമോ എന്നുള്ള പേടി. അവസാനം ഈ പേടി കൊണ്ട് തന്നെ ഞാനും ആത്മഹത്യ ചെയ്യാനായി തീരുമാനിച്ചു. എന്റെ ജീവിതം ഒന്ന് തുടങ്ങുന്നതിന് മുന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മരിച്ചതിന് ശേഷമാണ് ഞാനും മനസ്സിലാക്കുന്നത് ജീവിതം എന്ന് പറയുന്നത് ഒരവസരമാണ്. ആ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ദുഃഖങ്ങൾ വളരെ കുറവാണ്. പല ദിവസങ്ങൾ, പല സാഹചര്യങ്ങൾ, ചിലത് നല്ല ദിവസങ്ങൾ, ചിലത് മോശം ദിവസങ്ങൾ. ഞാൻ മനസ്സിലാക്കി ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയുള്ള പല ദിവസങ്ങളിലായി കടന്നു പോകുന്നതാണ്. തോറ്റാലും സാരമില്ല, എനിക്ക് തന്നിരിക്കുന്ന ജീവിതകാലം മുഴുവൻ ഞാൻ ജീവിച്ചു തീർക്കണം. അവസാനം ഞാനത് മനസ്സിലാക്കി. ശേഷം അമ്മയ്ക്ക് നല്ല പ്രായമുണ്ട്. ആ ഒരു പ്രായാധിക്യം കൊണ്ട് തന്നെ അമ്മയുടെ ശരീരത്തിലിരുന്ന് അവനും മരിക്കുന്നു. അങ്ങനെ 12ാമത്തെ മരണവും നടക്കുന്നു. ശേഷം അവനും നരക കവാടത്തിലേക്ക് എത്തുന്നു. അവിടെ എത്തുമ്പോ ആ ഒരു ക്ലോക്കിലെ സൂചിയും താനെ അപ്രത്യക്ഷമാകുന്നു. ഞാൻ ഒരിക്കലും ഇങ്ങനെ നിങ്ങളോട് പറയുമെന്ന് കരുതിയില്ല. ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഡെത്തിനോട് പറയുന്നു. ഒരുപാട് നാളായല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ആ ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി. നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടിയാൽ ഞാൻ എന്ത് പറയണം എന്നുള്ളതായിരുന്നു ഞാൻ കൂടുതലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവനും മുട്ടിന്മേൽ നിൽക്കുന്നു. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ എന്നെ ഒരിക്കൽ കൂടി ഷൂട്ട് ചെയ്യാമോ? അതിനിടത്തും നിനക്ക് അനുവദിച്ചിരിക്കുന്ന എല്ലാ ബുള്ളറ്റും ഞാൻ തന്നിട്ടുണ്ട്. അവനും അതെനിക്കറിയാം, പക്ഷെ നിങ്ങൾ എനിക്ക് ഒരു അവസരം കൂടെ തന്നുകൂടെ? ഞാനായിട്ട് ജീവിക്കാൻ ഒരു അവസരം തന്നുകൂടെ? ജയ് എന്ന ആളായിട്ട് ഒരു പ്രാവശ്യം കൂടി ജീവിക്കാൻ എനിക്ക് അവസരം തരാമോ? അതെന്തിനാണെന്ന് ഡെത്തും ചോദിക്കുമ്പോ അവനും അമ്മയാണ് ഓർമ്മ വരുന്നത്. അവസാനമായി എനിക്ക് അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കണം. ഡെത്തും, നീയല്ലേ എന്നോട് പറഞ്ഞത് ഞാൻ നിർബന്ധിച്ച നിയമം കൊണ്ട് നീ എന്നെ തോൽപ്പിക്കുമെന്നല്ലേ പറഞ്ഞത്? നീ ജയിച്ചിരിക്കുന്നു. നീ ഒരു മരണത്തെ അതിജീവിക്കുകയും ആ ഒരു ജീവിതത്തിൽ പിടിച്ചു നിൽക്കുകയും ചെയ്തു. എന്നിൽ നിന്നുള്ള എല്ലാ ശിക്ഷാവിധികളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി ദൈവത്തിന്റെ ഒരു വിധി മാത്രം ബാക്കിയുണ്ട്. അതിനു മുന്നേ നിനക്ക് ഞാൻ ഒരു ബുള്ളറ്റ് കൂടെ തരാം. അത് കേട്ട് അതിശയിച്ചവനും, ശരിക്കും നിങ്ങൾ തരുമോ എന്ന് ചോദിക്കുമ്പോ അവളും ആ ഒരു ഗണ്ണ് എടുക്കുന്നുണ്ട്. നീ ചോദിച്ചതുപോലെ നിനക്ക് ഞാനൊരു അവസരം തരാം. അവനും ആ ഒരു ഗണ്ണ് വാങ്ങി ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൻ ആത്മഹത്യ ചെയ്ത ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ തന്നെ നിൽക്കുകയാണ്. അവന്റെ അമ്മയും അവനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. മുൻപ് അവൻ ആ ഒരു കോള് അറ്റൻഡ് ചെയ്യാതെയാണല്ലോ താഴേക്ക് ചാടിയിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ആ ഒരു കോള് അവനും എടുക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയോട് സംസാരിക്കുന്നു. അവന്റെ ആത്മഹത്യാക്കുറിപ്പും അവിടെ നിന്നും പറന്നു
പോകുന്നുണ്ട്. അവനും ജയിയായി വീണ്ടും ജീവിക്കാൻ ഒരവസരം ലഭിക്കുന്നു. നിങ്ങളെപ്പോലെ ഈ ഒരു ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അക്കാര്യം മറക്കാതിരിക്കുക. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിക്കുമ്പോഴാണ് ജീവിതം പിന്നെയും മുന്നോട്ട് പോവുകയും ഓരോ അനുഭവങ്ങൾ നമുക്കുണ്ടാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. ഇവിടെ വെച്ച് ഈ ഒരു സീരീസ് അവസാനിക്കുന്നു.